ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 60. ജെറുസലേമിൻ്റെ ഭാവി മഹത്വം. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കി കാണുക. അവർ ഒരുമിച്ച് കൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദപുളകിതമാകും. ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിതിയായും ഏഫായിലെയും ഒട്ടകക്കൂറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. ഷേബായിൽ നിന്നുള്ളവരും വരും. അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. കേദാറിലെ ആട്ടിൻപറ്റങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. നെബായോത്തിലെ മുട്ടാടുകളെ നിനക്ക് ലഭിക്കും. സ്വീകാര്യമാംവിധം അവ എൻ്റെ ബലിപീഠത്തിൽ വരും. എൻ്റെ ശ്രേഷ്ഠമായ ആലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും. മേഘത്തെപ്പോലെയും കിളിവാതിലേക്ക് വരുന്ന പ്രാവുകളെ പോലെയും പറക്കുന്ന ഇവർ ആരാണ്? തീരദേശങ്ങൾ എന്നെ കാത്തിരിക്കും. ദൈവമായ കർത്താവിൻ്റെ നാമത്തിനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വേണ്ടി വിദൂരത്തു നിന്ന് നിന്റെ പുത്രന്മാരെ അവരുടെ സ്വർണവും വെള്ളിയും സഹിതം കൊണ്ടുവരുന്നതിന് താർശീശിലെ കപ്പലുകൾ മുൻപന്തിയിലുണ്ട്. അവിടുന്ന് നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. വിദേശികൾ നിന്റെ മതിലുകൾ പണിതുയർത്തും. അവരുടെ രാജാക്കന്മാർ നിന്നെ സേവിക്കും. എൻ്റെ കോപത്തിൽ ഞാൻ നിന്നെ പ്രഹരിച്ചു, എന്നാൽ എൻ്റെ കരുണയിൽ ഞാൻ നിന്നോട് കൃപ ചെയ്തു. ജനതകളുടെ സമ്പത്ത് അവരുടെ രാജാക്കന്മാരുടെ അകമ്പടിയോടെ നിന്റെ അടുക്കൽ എത്തിക്കേണ്ടതിന് നിന്റെ കവാടങ്ങൾ രാപ്പകൽ തുറന്നു കിടക്കട്ടെ, ഒരിക്കലും അടയ്ക്കരുത്. നിന്നെ സേവിക്കാത്ത ജനതയും രാജ്യവും നശിക്കും. ആ ജനതകൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. എൻ്റെ വിശുദ്ധ സ്ഥലം അലങ്കരിക്കാൻ ലെബനോൻ്റെ മഹത്വമായ സരളവൃക്ഷവും പുന്നയും ദേവദാരവും നിന്റെ അടുക്കലെത്തും. എൻ്റെ പാദപീഠം ഞാൻ മഹത്വപൂർണ്ണമാക്കും. നിന്നെ പീഡിപ്പിച്ചവരുടെ പുത്രർ നിന്റെ അടുക്കൽ വന്ന് താണു വണങ്ങും. നിന്നെ നിന്ദിച്ചവർ നിന്റെ പാദത്തിൽ പ്രണമിക്കും. കർത്താവിൻ്റെ നഗരം, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ സിയോൻ എന്ന് അവർ നിന്നെ വിളിക്കും. ആരും കടന്നു പോകാത്ത വിധം പരിത്യക്തയും വെറുക്കപ്പെട്ടവളുമായിരുന്നു നീ. ഞാൻ നിന്നെ എന്നേക്കും പ്രൗഢിയുറ്റവളും തലമുറകൾക്ക് ആനന്ദവുമാക്കും. നീ ജനതകളുടെ പാല് കുടിക്കും, രാജാക്കന്മാരുടെ ഐശ്വര്യം നുകരും. കർത്താവായ ഞാനാണ് നിന്റെ രക്ഷകനെന്നും യാക്കോബിൻ്റെ ശക്തനായവനാണ് നിന്റെ വിമോചകനെന്നും നീ അറിയും. ഓടിന് പകരം സ്വർണവും ഇരുമ്പിന് പകരം വെള്ളിയും തടിക്ക് പകരം ഓടും കല്ലിന് പകരം ഇരുമ്പും ഞാൻ കൊണ്ടുവരും. സമാധാനത്തിൻ്റെ മേൽനോട്ടക്കാരും നീതിയെ നിന്റെ അധിപതികളും ആക്കും. നിന്റെ ദേശത്ത് ഇനി അക്രമത്തെപ്പറ്റി കേൾക്കുകയില്ല. ശൂന്യതയും നാശവും നിന്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാവുകയില്ല. നിന്റെ മതിലുകളെ രക്ഷയെന്നും കവാടങ്ങളെ സ്തുതിയെന്നും നീ വിളിക്കും. പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിനക്ക് പ്രകാശം തരിക. നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത്. കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം. നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം. നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല. കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ വിലാപദിനങ്ങൾ അവസാനിക്കും. നിന്റെ ജനം നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നട്ട മുളയും എൻ്റെ കരവേലയുമായ ദേശത്തെ എന്നേക്കുമായി അവർ കൈവശപ്പെടുത്തും. ഏറ്റവും നിസ്സാരനായവൻ ഒരു വംശവും ഏറ്റവും ചെറിയവൻ ശക്തിയുള്ള ജനതയുമാകും. ഞാനാണ് കർത്താവ്, യഥാകാലം ഞാൻ ഇത് ത്വരിതമാക്കും. പ്രിയ ദൈവജനമേ, ബാബിലോണിയൻ പ്രവാസത്തിൻ്റെ കൈപ്പേറിയ നാളുകൾക്ക് ശേഷം ജെറുസലേമിലേക്ക് മടങ്ങിയെത്തിയ ജനത അതീവ ദയനീയാവസ്ഥയിലായിരുന്ന കാലഘട്ടത്തിലാണ് ഈ 60-ാം അധ്യായം എഴുതപ്പെട്ടത്. തകർന്നുപോയ നഗരവും ദേവാലയവും കണ്ട് നിരാശരായ ഇസ്രായേൽ ജനതയ്ക്ക് പ്രത്യാശയുടെ വലിയൊരു വെളിച്ചം നൽകാനാണ് പ്രവാചകൻ ഇവിടെ ശ്രമിക്കുന്നത്. ലോകം മുഴുവൻ അന്ധകാരത്തിൽ മുഴുകുമ്പോഴും ജെറുസലേമിന് മേൽ കർത്താവിൻ്റെ പ്രകാശം ഉദിക്കും എന്നതാണ് ഇതിലെ പ്രധാന സന്ദേശം. ചരിത്രപരമായ തകർച്ചകൾക്കിടയിലും ദൈവത്തിൻ്റെ മഹത്വം ജനതകൾ കാണാൻ പോകുന്നു എന്ന യേശയ്യായുടെ പ്രഖ്യാപനം അവർക്ക് വലിയ ആശ്വാസമായിരുന്നു. കഷ്ടതകൾ അവസാനിക്കാറായെന്നും സിയോൻ മഹത്വത്തിൻ്റെ കൊടുമുടിയിൽ എത്തുമെന്നും ദീർഘവീക്ഷണത്തോടെ പ്രവാചകൻ തറപ്പിച്ച് പറയുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന ശക്തമായ ആഹ്വാനത്തിലൂടെ ഇസ്രായേലിന് വരാനിരിക്കുന്ന ഐശ്വര്യത്തെക്കുറിച്ച് പ്രവാചകൻ പ്രവചിക്കുന്നു.
ജനതകൾ നിൻ്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിൻ്റെ ഉദയശോഭയിലേക്കും വരുമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സാർവത്രികമായ രക്ഷാകര പദ്ധതിയാണ് ഇവിടെ വെളിപ്പെടുന്നത്. തൻ്റെ ജനത്തെ ശിക്ഷിച്ച ദൈവം തന്നെ അവരോട് കരുണ കാണിച്ച് അവരെ ഉന്നതിയിലെത്തിക്കും എന്നത് അവിടുത്തെ സ്നേഹത്തിൻ്റെ തെളിവാണ്. യെശയ്യാ പ്രവാചകൻ ഇവിടെ അതീവ സന്തോഷവാനായ ഒരു പിതാവിനെ പോലെ തൻ്റെ ജനത്തിന് പുതുജീവൻ പകരുകയാണ് ചെയ്യുന്നത്. സങ്കടത്തിൻ്റെ നാളുകൾ അവസാനിച്ചുവെന്നും നിത്യമായ പ്രകാശമായി കർത്താവ് അവർക്കിടയിൽ വസിക്കുമെന്നും പ്രവാചകൻ പ്രത്യാശ പകരുന്നു. ഇന്നത്തെ പാപഭംഗിലമായ ലോകത്ത് നിരാശയിലും പാപത്തിൻ്റെ അന്ധകാരത്തിലും കഴിയുന്നവർക്ക് ഈ വചനങ്ങൾ വലിയൊരു ഉത്തേജനമാണ് നൽകുന്നത്. ഭൗതികമായ തകർച്ചകളേക്കാൾ ഉപരിയായി ആത്മീയമായ ഉണർവ് പ്രാപിക്കാനാണ് ഓരോ വിശ്വാസിയും പരിശ്രമിക്കേണ്ടതെന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. അനീതിക്കും പാപത്തിനും മേൽ ദൈവം നടത്തുന്ന വിധിന്യായത്തിന് ശേഷം വരുന്ന വലിയൊരു പുനരുദ്ധാരണത്തിൻ്റെ ചിത്രമാണിത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കിടയിലും ദൈവത്തിൻ്റെ തേജസ് നമ്മിൽ പ്രകാശിക്കും എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. ലോകത്തിൻ്റെ സമ്പത്തും മഹത്വവും ദൈവമഹത്വത്തിന് മുൻപിൽ വഴിമാറുന്ന ഒരു കാലത്തെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം, ബോധവതികളായിരിക്കണം. മിശിഹായുടെ രണ്ടാം വരവിൽ പൂർണ്ണതയിലെത്തുന്ന പുതിയ ജെറുസലേമിൻ്റെ മനോഹരമായ കാഴ്ചയാണ് പ്രവാചകൻ നമുക്ക് മുൻപിൽ ഈ അധ്യായത്തിലൂടെ അവതരിപ്പിക്കുന്നത്. കർത്താവിൻ്റെ മഹത്വം നേരിട്ട് കാണാൻ പോകുന്ന ആ മഹാസുദിനത്തിനായി വിശുദ്ധിയോടെ ഒരുങ്ങിയിരിക്കാൻ ഈ അധ്യായം നമ്മെ പ്രചോദിപ്പിക്കുന്നു. തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം ഇന്ന് തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കിലേക്ക്. നിത്യപ്രകാശമായ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയവാതിലുകൾ എപ്പോഴും തുറന്നിടാം. സങ്കടത്തിൻ്റെ കരച്ചിൽ മാറി ആനന്ദത്തിൻ്റെ ഗീതങ്ങൾ ഉയരുന്ന ആ സ്വർഗീയ സദ്യയ്ക്കായി നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. ദൈവം തൻ്റെ ജനത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നും നിറവേറപ്പെടും എന്ന ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് ഒന്നുചേർന്ന് മുന്നോട്ട് നീങ്ങാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.